എനിക്ക് ചോദിക്കാനുള്ളത് മാലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഗവൺമെന്റിനോട് മാത്രമാണ്. അവരാണ് ഈ രാജ്യത്ത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചക്കകം മാലിക്കിനെ പുറത്താക്കിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി വലിയ പ്രക്ഷോഭമായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. മാലിക്, എന്ത് ധൈര്യത്തിലാ നീ നമ്മുടെ നാട്ടിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തേ? നിനക്കിവിടെ അഭയം തന്നെന്ന് കരുതി നിന്റെ എല്ലാ തോന്നിവാസവും പാകിസ്ഥാൻ ഗവൺമെന്റ് സഹിക്കുമെന്ന് നീ കരുതണ്ട. ഒരു സെക്കൻഡ്, നിന്റെ സെക്യൂരിറ്റി അത് ഞങ്ങൾ പിൻവലിച്ച ഇന്ത്യൻ ഗവൺമെന്റ് നിന്റെ അഡ്രസ് ഇല്ലാതാക്കി കളയും. ഡ്യൂപ്ലിക്കേറ്റ് റാസ്കൽ. കോങ്ങണ്ണ, ഒറിജിനൽ മാലിക് എവിടെടാ? താഹിർ, എത്ര വർഷമായി കാണുന്നു, എന്നിട്ടും എന്നെ അവനെ കണ്ടാ തിരിച്ചറിയും. മാലിക്, അതിവിടെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറ. താഹിർ, ഈയിടെയായി ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ കൊന്നിരിക്കുന്നത് അത് എത്ര വലിയ പ്രോബ്ലമാ ഉണ്ടാക്കിയിരിക്കുന്ന അറിയോ? നിങ്ങൾക്കായി എന്റെ നാട്ടിൽ തന്നെ 17 ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോ എനിക്ക് വേണ്ടി ഈ നാട്ടില് ഒരേ ഒരെണ്ണം പാടില്ലാത്തതാണോ? നിന്റെ ഗവൺമെന്റ് നീയും എനിക്ക് വെറുതെയല്ല സെക്യൂരിറ്റി തരുന്നത്. ഞാൻ കോടിക്കണക്കിന് കാശാ വാരി എറിയുന്നത്. അതിനാ നീയൊക്കെ ജോലി ചെയ്യുന്നത്. വാച്ച്മാന്റെ ജോലി മാത്രം ചെയ്യ്. പോ. ഏയ് താഹിർ, ഡോണ്ട് ഫോർഗെറ്റ്, I am an NRI, non-reliable Indian. Khuda Hafiz. मेरे प्रिय भाई और बहनों, आप सबको यहाँ देखकर मुझे बहुत खुशी हो रही है. സാർ, മാലിക് ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഇപ്പൊ എന്തൊക്കെയാ പറയുന്നേ? ഇതിനൊരു അവസാനം ഉണ്ടാകില്ലേ സാർ? ഉണ്ടാകും. എപ്പോ സാർ? ഇന്ത്യയിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന ഇലക്ഷനില് IPDPയുടെ ലീഡർ ഇന്ദിരഗുപ്താജിയാണ്. ജയിച്ചു പ്രൈം മിനിസ്റ്റർ ആകുമെന്ന് എല്ലാ ഒപ്പീനിയൻ പോൾ റിസൾട്ടും പറയുന്നു. ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററായ മാലിക് പാകിസ്ഥാനിലെന്നല്ല, ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചിരുന്നാലും വെറുതെ വിടില്ല അവനെ.